അല്ല ഈ പരസ്പരം വഴക്കുണ്ടാക്കിയ സമയങ്ങളല്ലേ അനിൽകുമാർ മര്യാദകട ഇയാള് പറയണത്? അതെ, ഒന്നാമത്തെ കാര്യം പറയണത്, ഒരാൾ ചർച്ച പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ചർച്ച പങ്കെടുത്തപ്പോൾ ഞാൻ മിണ്ടിയ ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾ ട്രംപും മോദിയും പോലുള്ള തെമ്മാടിത്തരം കാണിക്കുന്ന രാജ്യത്തെ ഭരണാധികാരികൾ, ആ ഭരണാധികാരികളെ പോലെ കുറെ ആളുകളെ ഇറക്കി വിട്ടിരിക്കുകയാണ് ഇതുപോലെ. ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഡോളറിനോടുള്ള ഇന്ത്യ രാജ്യത്തിന്റെ പ്രതികരണം ശക്തമായിരിക്കണം. അല്ല, ഞങ്ങൾ വില കുറച്ചോളാമേ, അടുത്ത മാസം മോദി അങ്ങോട്ട് എഴുന്നള്ളുക. എങ്ങോട്ട്? അമേരിക്കയിലേക്ക്. മോദി എന്തിനാണ് എഴുന്നള്ളുന്നത്? നമുക്ക് സൈനിക ആയുധങ്ങൾ തരാം. അമേരിക്കയ്ക്ക് കച്ചവടമാണ്, ലോകത്തെ ഏറ്റവും വലിയ ആയുധ കച്ചവടമാണ്. പിണറായി ഇനി മയോ ക്ലിനിക്കിൽ പോകുമ്പോൾ വിചാരിക്കുന്നതാണ് നരേന്ദ്രമോദി ഇപ്പോൾ അമേരിക്കൻ വിസിറ്റിന് പോകാൻ പോവുകയാണ്. അപ്പൊ നരേന്ദ്രമോദി അമേരിക്കൻ വിസിറ്റിന് പോകുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു വലിയ ഒരു ഊഷ്മളമായ സ്വീകരണത്തിന്റെയും ഫോട്ടോസിന്റെയും സാധ്യതയുണ്ട്. അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സമീപനം ഇന്ത്യൻ പൗരന്മാരുടെ അഭിമാനത്തിന്റെ പേര് പറഞ്ഞ് സ്വീകരിക്കേണ്ടതില്ല. അനിൽകുമാർ, ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, നിങ്ങളെ ഇത് ഇങ്ങനെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയ സമയം കൊല്ലല്ലേ, പരിമിതമായ സമയം. അല്ല, ഞാൻ എനിക്കിത് അഭ്യർത്ഥിക്കാനേ പറ്റൂ. എന്തിനാ എനിക്ക് അഭ്യർത്ഥിക്കാനേ പറ്റൂ? നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കൊരു പൊതുവിടത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് സ്വയം ബോധ്യമുള്ള അല്ല, അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ മോശം വാക്കുകൾ കൊണ്ട് വഴക്കുണ്ടാക്കുന്നതിന്റെ കാലമൊക്കെ പോയി. അല്ല, മോശം വാക്കുകൾ കൊണ്ട് വഴക്കുണ്ടാക്കുന്നതിന്റെ കാലം പോയി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ പൊതുവിടത്തിൽ എങ്ങനെയാണ് നല്ല വാക്കുകൾ കൊണ്ട് പെരുമാറേണ്ടത്, എന്താണ് നിങ്ങളുടെ ആ കാര്യത്തിലുള്ള സാംസ്കാരിക ബോധ്യം, അങ്ങനെ പെരുമാറുക എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റൂ. അതിനപ്പുറം എനിക്ക് നിങ്ങളെല്ലാവരെയും കൂടി ഇപ്പൊ ഒരു ഫാസിസ്റ്റ് ലൈൻ തടയാൻ കഴിയില്ല, പറയാനേ കഴിയും. ഞാൻ മോശം വാക്കുകൾ ഉപയോഗിക്കരുത് എന്നതാണ് ശ്രീ ഷാബു പ്രസാദിനോടുള്ള എന്റെ അഭ്യർത്ഥന. അതെനിക്ക് പറ്റൂ. എൻ്റെ പോയിന്റ്, ഞാൻ ചർച്ച പങ്കെടുക്കുമ്പോൾ, നിങ്ങൾ എനിക്ക് സമയത്ത് പങ്കെടുക്കുമ്പോൾ ഇടയ്ക്കിടപെട്ട് വർത്താനം പറയണ മര്യാദയാണോ? ശരി, താങ്കൾ പൂർത്തിയാക്കൂ. പേര് പറയും. ശരി, നമ്മൾ ഈ കാര്യം തർക്കിച്ചാൽ സമയം പോകും. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുള്ളൂ. ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഗ്ദത്ത ഭൂമി ഗുജറാത്ത് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1/4 നൂറ്റാണ്ടായിട്ട് BJP ഉപയോഗിക്കുന്ന സ്ഥലം. അവിടുന്നാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത്, തെണ്ടികളായി പോയിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ വാഗ്ദത്ത ഭൂമിയിൽ നിന്നും പോയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, പാസ്പോർട്ടില്ല, വിസയില്ല. അതുകൊണ്ടെന്താണ് ഇവരൊക്കെ വൃത്തികെട്ടവരാണ്. ഇതാണല്ലോ പറയുന്നത്, ഇന്ത്യ രാജ്യത്തേക്ക് പാസ്പോർട്ടില്ലാതെ വിസയില്ലാതെ ആർക്കും വരാം, മുസ്ലിമിന് മാത്രം വന്നുകൂടാ. പൗരത്വ ഭേദഗതി നിയമം. നിങ്ങൾ എന്താ പറയണത്? അയ്യോ, അമേരിക്കയിലേക്ക് പാസ്പോർട്ടില്ല, വിസയില്ല, വിമാനത്താവളത്തിൽ കൂടല്ല. ഞാൻ പറയട്ടെ എന്തിനാണ് ചർച്ചക്കാരനകള്? നിഷാദ് ഇങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്ക് വിളിച്ചോണ്ടിരിക്കുന്നത്? എന്താ നിഷാദ് ഇങ്ങനെയുള്ള ചർച്ചയ്ക്ക് വന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇത്ര ആളുകളോട് ചർച്ചയ്ക്ക് വിളിക്കുന്നത്? നമ്മളൊരു കാര്യം പറയുമ്പോൾ